കേരളം കടപ്പെട്ടിരിക്കുകയാണ് മലപ്പുറത്തെ ആ പച്ച പാർട്ടിയോട്. ഇങ്ങ് തെക്കേ അറ്റത്തുള്ള തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒപ്പം തങ്ങളുടെ 5 സുപ്രധാന മന്ത്രിമാരെയും സംഭാവന ചെയ്തതിന് ഇനി ഈ 5 സുപ്രധാന മന്ത്രിമാരാകും സെക്രട്ടേറിയറ്റിൻ്റെ വാതിലുകൾ തുറക്കണമോ അടയ്ക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. അത് ഏവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ തീരുമാനമില്ലാതെ, മുസ്ലിം ലീഗിൻ്റെ അറിവില്ലാതെ, മുസ്ലിം ലീഗിൻ്റെ അനുഗ്രഹ ആശിസില്ലാതെ ഇനി 5 കൊല്ലം UDF സർക്കാരിൽ ഒന്നും നടക്കില്ല. കേരളത്തിൽ പലതും നടക്കുമായിരിക്കും, പക്ഷേ ലീഗിൻ്റെ അറിവോ അനുമതിയോ ഇല്ലാതെ ഒന്നും നടക്കാൻ പാടില്ല എന്നാണ് പാണക്കാട്ട് നിന്നുള്ള നിർദ്ദേശം. അത് അക്ഷരം പ്രതി അങ്ങ് അനുസരിക്കുകയാണ് നമ്മുടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. അതുകൊണ്ടാണല്ലോ പാണക്കാട് തങ്ങളെ ഗവർണർ മന്ത്രിമാരെ വിളിച്ചു നൽകിയ ചായ സൽക്കാരത്തിലേക്ക് പാണക്കാട് തങ്ങളെ ക്ഷണിക്കാത്ത അതിഥിയായി കൊണ്ടുവന്നതും. കാരണം ഗവർണറെയും അറിയിക്കണമായിരുന്നു ഇദ്ദേഹമാണ് ഇനി എല്ലാം നോക്കുന്നതെന്ന്. അങ്ങനെ പച്ച ലഡു, പച്ചക്കൊടി, പച്ച നിറം, ഇതിൻ്റെയൊക്കെ തുടക്കം കഴിഞ്ഞ മെയ് 13 കേരളം മുഴുവൻ മുഖ്യമന്ത്രി ആയിരുന്ന വിഷയത്തിൽ ഇങ്ങനെ പിരിമുറുക്കത്തിൽ. ഡൽഹിയിലെ AICC ഓഫീസിലും കോൺഗ്രസ് അധ്യക്ഷൻ്റെ ഒരു ഫോൺ കോൾ അവിടെ നിന്നും വരുന്നു. അത് സോണിയാഗാന്ധിക്കോ അല്ലെങ്കിൽ KPCC ആസ്ഥാനത്തേക്കോ അല്ലായിരുന്നു, സാക്ഷാൽ പാണക്കാട്ടേക്കായിരുന്നു. കേരളത്തിലെ 63 അംഗങ്ങളുള്ള പാർട്ടിയുടെ തലപ്പത്ത് ആര് വരണമെന്നതിന് അംഗീകാരമുണ്ടോ എന്നറിയാനായിരുന്നു ആ ഫോൺ വിളി. തിരിച്ച് പാണക്കാട് നിന്നും ഒരു പട്ടിക അങ്ങ് വായിച്ച് കേൾപ്പിച്ചു. ഖാർഗെ ഖുഷിയായി. PK കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മതവും ഒപ്പം കിട്ടി. അങ്ങനെയാണ് മുഖ്യമന്ത്രിയായിരുന്ന പ്രഖ്യാപനം ഉച്ചയ്ക്ക് വന്നത്. ലീഗ് നിർബന്ധിച്ച നിബന്ധനകൾ വച്ച ആളെ തന്നെ മുഖ്യമന്ത്രി ആക്കിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ കാര്യം. പക്ഷേ തൊടുപുഴയിൽ നടന്ന സംഭവങ്ങൾ, അവിടെ സത്യസന്ധമായ പ്രതികരണങ്ങളുണ്ടായി. NSSനെതിരെ SNDPക്കെതിരെ ലീഗുകാർ അഴിഞ്ഞാടി. ആവേശകരമായ മുദ്രാവാക്യങ്ങൾ. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് മാമാങ്കത്തിൻ്റെ സർവോദയ മേളയുടെയും ഒക്കെ മണ്ണായ തവനൂരിൽ നടന്ന സംഭവമാണ്. അവിടെ ഒരു മിണ്ടാപ്രാണിയുടെ തലയർത്ത് അവർ ചോര ഒഴുക്കി അത് ഘോഷയാത്രയാക്കി. അതൊരു പഴയ സിമി നേതാവിൻ്റെ പരാജയം. അങ്ങനെ ലീഗുകാർ അവിടെ ആഘോഷിച്ച് തീർത്തു. ഒടുവിൽ ലീഗ് നേതൃത്വത്തിനും വിശദീകരിക്കേണ്ടി വന്നു, അതൊരു അബദ്ധ ചെയ്തായി പോയിരുന്നു. ഇക്കൂട്ടർ തന്നെയാണ് അമ്പലങ്ങളിൽ കെട്ടിത്തൂക്കം, 4 കെട്ടും 8 കെട്ടും, നമ്പൂരിയച്ഛൻ്റെ മകളെയും കിട്ടും എന്നൊക്കെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പരസ്യമായി ഉച്ചസ്വരത്തിൽ വിളിച്ചു കൂവിയത്. കാണാൻ പോകുന്ന രംഗങ്ങളുടെ റിഹേഴ്സൽ മാത്രമാണ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് തൊടുപുഴയിലും തവനൂരുമൊക്കെ നടന്നത്. പുരോഗമനക്കാരെന്നും മതേതരക്കാരെന്നും ഒക്കെ പുറമേ വലിയ പുറംപൂച്ച് കാണിക്കും. സാംസ്കാരിക നായകന്മാരുമെന്നും ഈ തവനൂരും തൊടുപുഴയും നടന്ന സംഭവത്തിൽ ഒന്നും പ്രതികരിച്ചു കണ്ടില്ല. അറ്റ്ലീസ്റ്റ് മൃഗസ്നേഹികളെങ്കിലും തവനൂരിലെ ആ പച്ചയ്ക്ക് തൂക്കിക്കൊണ്ടുള്ള ആ പ്രതികരണത്തിൽ എന്തെങ്കിലും പറയുമെന്ന് കരുതി നടന്നില്ല. എന്തായാലും കേരളം ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇനിയുള്ള 5 കൊല്ലം 10 കൊല്ലം കൊണ്ട് LDF എങ്ങനെയാണോ കേരളത്തെ കൊണ്ടെത്തിച്ചത്, അതിവേഗം ബഹുദൂരം വീണ്ടും ആവർത്തിക്കുകയാണ്. ലീഗിൻ്റെ ആ പച്ച നിറത്തിൻ്റെ സുഖ ശീതളിമയിൽ വി ഡി സതീശനൊന്ന് വിശ്രമിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണം ഒട്ടും സംശയിക്കേണ്ട, അത് കൈയാളുക, പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുക, അത് പാണക്കാട് തന്നെയായിരിക്കും, മുസ്ലിം ലീഗ് തന്നെയാകും. ഒരു കാര്യം ഉറപ്പാണ്, പാണക്കാട് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും കയ്യിൽ നിന്നും ആ പിൻസീറ്റ് ഡ്രൈവിംഗ്, ആ സ്റ്റിയറിംഗ് ആർക്കും വിട്ടുകൊടുക്കില്ല. ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പോലും ഒരു പങ്കും ഉണ്ടാകില്ല. 22 MLAമാരുണ്ട്. അത് തന്നെ ധാരാളം എന്നാണ് ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വം പറയുന്നത്. എന്തു തന്നെയായാലും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അച്ഛൻ്റെ പേരും പറഞ്ഞു, നല്ല കാര്യം. അമ്മയുടെ പേര് പറയാത്തതിൽ സങ്കടമുണ്ട്. അതെ, അത് ശരിയാണ്. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ, അച്ഛൻ്റെ പേരും അമ്മയുടെ പേരൊക്കെ പറയുന്നത് അഭിമാനമാണെന്ന്. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് 2 പേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ.
എൻ്റെ അച്ഛൻ്റെ പേരോട് ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്, നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണേ. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു, അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ, അതുകൊണ്ടാണ്. ഇല്ല, അമ്മയുടെ പേരോട് പറഞ്ഞു. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. നിങ്ങൾ UDF തുറന്ന് സമ്മതിക്കണം, അഭിമാനപൂരിതമാകണം അന്തരംഗം. കാരണം എല്ലാത്തിൻ്റെയും തുടക്കം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ സംസ്കാരവും എന്നോർക്കണം, രാഷ്ട്രീയ മൂല്യങ്ങൾ എന്നോർക്കണം, രാഷ്ട്രീയ നിലപാടുകൾ എന്നോർക്കണം. പ്രതിപക്ഷം കൊമ്പുകോർത്ത് തുടങ്ങിയിട്ടില്ല UDF സർക്കാരിനോട്, വി ഡി സതീശനോട്. അവർ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അവർ തുടങ്ങുമോ അതോ വിശ്രമിക്കുമോ, വിശ്രമവേളകൾ ആനന്ദകരമാക്കുമോ എന്ന് ഇനി കണ്ടറിയണം. പക്ഷേ പ്രതിപക്ഷം സടകുടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവിടെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് ചില വ്യക്തമായ നിലപാടുകൾ ഉണ്ടായിരിക്കണം, മറുപടികൾ കൃത്യമായിരിക്കണം. അല്ലാതെ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെയുള്ള ചില മറുപടികളിൽ വിഷയങ്ങൾ ഒതുക്കാനാണ് ശ്രമമെങ്കിൽ ഇപ്പോഴിതാ കേരളിൻ്റെ മഞ്ഞക്കുറ്റി സതീശൻ തന്നെ പിഴുത് മാറ്റിയിരിക്കുന്നു. അന്ന് പ്രതിഷേധിച്ച BJP UDF പ്രവർത്തകർക്കെതിരായ എല്ലാ കേസുകളും പിൻവലിക്കാൻ തീരുമാനമായിരിക്കുന്നു. നല്ല കാര്യം. പക്ഷേ കേരളയിൽ പോലുള്ള മറ്റൊരു ബൃഹത് പദ്ധതി, ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നൊരു പദ്ധതി കേരളത്തിലേക്ക് വരുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുമോ സതീശൻ സർക്കാർ, അതോ ആ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടുമോ? ഇനിയുമുണ്ടാകും മലപ്പൂർ വഴി, തവനൂർ വഴി, തൊടുപുഴ വഴി, പൊന്നാനി വഴിയൊക്കെ കൊച്ചി വഴി തിരുവനന്തപുരത്തേക്കെങ്കിലും ഒരു പുതിയ പാത, പഴയ മെട്രോ പാത പോലെ, അല്ലെങ്കിൽ പഴയ എക്സ്പ്രസ് ഹൈവേ പോലെ, അങ്ങനെയൊക്കെ പാതകൾ ഇനി വന്നേക്കാം. അത് മലപ്പുറത്തും പൊന്നാനിയും കേന്ദ്രീകരിച്ച് നേരെ തലസ്ഥാനത്തേക്ക്. അത്തരം പദ്ധതികൾ വരുമ്പോൾ അതിനെ ഹരിത വിഷയങ്ങളുടെ കാര്യം പറഞ്ഞ് വി ഡി സതീശൻ സർക്കാർ എതിർക്കുമോ അതോ പിന്താങ്ങുമോ, അതോ ജനത്തിനൊപ്പം നിൽക്കുമോ? ജനത്തിൻ്റെ സൗകര്യങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധ ചെലുത്തും, അതോ കരുതൽ മൊത്തം മലബാർ മേഖലയിലേക്കാകുമോ? കാത്തിരുന്ന് കാണണം. എന്തായാലും നമുക്ക് നോക്കാം. വി ഡി സതീശൻ സർക്കാർ നിയമസഭ 29 തുടങ്ങുമ്പോൾ വി ഡി സതീശൻ സർക്കാരും പിണറായി വിജയൻ്റെ പ്രതിപക്ഷവും തമ്മിൽ എന്താകും ആ സമവാക്യമെന്നും ആ പടയൊരുക്കമെന്നും.